കിടില സിനിമ, അടിപൊളി സിനിമ എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ കണ്ടുപിടിക്കണം. ഒരു ചെറിയ സിനിമയ്ക്ക് അവർ ഇറക്കിക്കണ ക്യാഷും ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ല. പ്രദീപും അടിപൊളി ആക്ടിംഗ് ആയിരുന്നു. ഫുൾ ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ വൈബ് പടം. പ്രദീപ് രംഗനാഥിൻ്റെ അടുത്തൊരു വിജയമായിട്ടൊക്കെ മാറും. വിജയല്ലോ ധനുഷായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു കുട്ടി ധനുഷിനെ കാണുന്ന ഫീലുണ്ട് സിനിമ മുഴുവനായിട്ട്. അവനൊരു ആറ്റിറ്റ്യൂഡും ആ ഒരു റേഞ്ചൊക്കെ അടിപൊളി. അതും പടം 100% തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. റിപ്പീറ്റ് വാച്ചിനും പടമുണ്ട്. എന്തായാലും സോങ്സും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ മലയാളത്തിലെ വിനീത് ശ്രീനിവാസൻ ഒരിടയ്ക്ക് പറയായിരുന്നു ഈ യുവാക്കളുടെ പൾസറിയാവുന്ന ഒരു സംവിധായകൻ. അതുപോലൊരു കാണാണ് കാരണം ഒരു നല്ലൊരു സംവിധായകനായതുകൊണ്ട് അവന് ചൂസ് ചെയ്യുന്ന കഥകൾ അത്രയും നോക്കി എടുക്കാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി സിനിമയിൽ കാണാനും ഉണ്ട്. എന്താണ് കൂടുതൽ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്? കൂടുതലൊന്നും പറയല്ല, ഇത് തന്നെയാണ്. പടം കിടിലാണ്. വരിക, വന്ന് കാണുക, വൈബടിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. നല്ലൊരു ഒരു എന്റർടൈനറായിട്ട് മാറും. നല്ലൊരു അഭിനേതാവ് പുള്ളിയുടെ കയ്യിൽ എന്തായാലും ഉണ്ട്. അത് ആ സിനിമ കാണാൻ മനസ്സിലാവും. ലവ് ടുഡേ എല്ലാം കണ്ടേണ്, അത് കാണുന്നതിന് മനസ്സിലാവും. അത് ഇല്ല, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. കാരണം ഇന്നത്തെ ഓഡിയൻസിന് പ്രത്യേകിച്ച് യൂത്തിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ത്രൂ ഔട്ട് ഹ്യൂമർ, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി ചെയ്ത സിനിമയും കൂടിയാണ്. കാരണം നമ്മൾ പറഞ്ഞില്ല, ലവ് ടുഡേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഡോൺ പോലെയൊക്കെ ഫീൽ ചെയ്തു എന്നൊക്കെ. പക്ഷേ അതൊന്നുമല്ല പടം വളരെ സ്പീഡിൽ, വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഹ്യൂമർ നിറച്ചുകൊണ്ട്, എന്നാൽ ലവ് ടുഡേ പോലെ ക്ലൈമാക്സിൽ ഒരു മെസ്സേജും കൂടെ പറഞ്ഞുകൊണ്ട് ഈ സിനിമ അവസാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇന്നത്തെ യൂത്തിന് ഈ കഥ പ്രത്യേകിച്ച് ആവശ്യത്തിലുള്ള എല്ലാ എലമെൻസും ഉണ്ട്. ഓടും, തിയേറ്ററിൽ ഹിറ്റ് ചെയ്യും. നമ്മൾ ശിവകാർത്തികേയൻ ഒരു 2013-14 കണ്ട അതേപോലെ പ്രദീപ് രംഗനാഥ് 24-25 പിടിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ട്രാക്ക് മാറ്റാതെ കുറച്ച് ഇതുപോലെ എൻ്റർടൈനിങ് സിനിമകൾ. പിന്നെ പുള്ളി ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിക്ക് ഇഷ്ടം ആളുകൾ തിയേറ്ററിൽ വന്ന് കൈയടിക്കുക എന്നുള്ളതാണ്. അത് റിപ്പീറ്റ് ചെയ്ത് കുറച്ചുകൂടെ സിനിമകളുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ഫേസിൽ എന്തായാലും എത്തും. നല്ല ഓഡിയൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഡ്രാഗൺ ആദ്യ ഷോ കാണാൻ പോയപ്പോഴേക്കും ഇവിടെ തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഷോയിലേക്ക് പോയപ്പോഴേക്കും തിരക്ക് വളരെ കൂടി, ഹൗസ്ഫുള്ളായി. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി റീച്ചായി. ഞാൻ പറയുന്നത് ആ ഒരു സ്ട്രീക്ക് കൊണ്ടുപോകണം. പിന്നെ AGS പോലൊരു സ്റ്റുഡിയോ അയാളെ ബാക്ക് ചെയ്യാനുണ്ട്. അത് എല്ലാം കൊണ്ട് അയാൾക്ക് ഫേവറബിളാണ്. ഇനി അടുത്ത വരാമോ ലവ് ഇൻഷുറൻസ് കമ്പനി ഇതേപോലെ പ്രതീക്ഷയുണ്ട്. നല്ലൊരു ഇതിൽ സ്റ്റേജിൽ വെച്ച് പറയും ചെയ്തു, ഞാനൊരു പ്രൊഡ്യൂസർ തന്നെയാണ് എൻ്റെ ഒരു മാത്രമല്ല പുള്ളി പറയാറുള്ളത്, ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കും എന്ന് പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പുള്ളിയോടുള്ള സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതെല്ലാം ഈ സിനിമയിൽ ഉടനീളമുണ്ട്. പുള്ളി ഇതിൽ റൈറ്ററും കൂടിയാണല്ലോ ഈ പടത്തിൽ. അതെല്ലാം ആ മീറ്ററുണ്ട്. നമുക്ക് ബോറടിക്കാനോ ഫോൺ നോക്കാനോ ഒന്നും ഡിസ്ട്രാക്റ്റഡ് ആവാനോ ഒന്നും സമയം തരാതെ പിടിച്ചിരുത്തുന്നുണ്ട്. ആ 2.5 മണിക്കൂർ വിചാരിക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും കഥ, പക്ഷെ അതൊന്നുമല്ല, വേറെ ട്രാക്ക് പിടിച്ച് ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ലാസ്റ്റിൻ്റെ ഡ്രാഗൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു പരിപാടിയിൽ പുള്ളി ഭയങ്കരമായിട്ട് സെൻറ്റി അടിച്ച് കരഞ്ഞൊക്കെ പറഞ്ഞായിരുന്നു. പുള്ളിയെ ഒതുക്കാനായിട്ടൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ഒതുക്കൽ ബ്രോ? എല്ലാവരും കൗണ്ടിങ് നമ്പേഴ്സ് ആണല്ലോ. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും അതിൽ കൂടുതൽ ആളുകൾ കയറ്റാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആളുകൾ സ്വീകരിച്ചു നടത്താം. അതിൽ ഒതുക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ പുള്ളിക്ക് തന്നെ സിനിമ എടുത്ത് സംവിധാനം ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുണ്ട്. പിന്നെ ആരും ഒതുക്കിയിട്ട് എന്ത് കാര്യം? ഇതിലൊന്നും വർക്ക് ആവില്ല. പുള്ളി വന്നപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന വെച്ചാൽ എല്ലാം കൊണ്ടൊരു ധനുഷ് അല്ലേ, ഒരു എല്ലാം കൊണ്ടൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഒരു സ്കൂൾ കാലഘട്ടമുണ്ട്. അതിലൊക്കെ കൃത്യം ഒരുമാതിരി നമുക്ക് പഴയ ധനുഷിനെ ഫീൽ ചെയ്യുന്ന ലുക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുമ്പോഴേക്കും ഈ ചിമ്പുവും ധനുഷും കൂടെ ചേർന്നുള്ള അങ്ങനെ ഒരു മിക്സ് ഉണ്ട്. SJ സൂര്യ മറ്റേ ഗൗതമേനായിട്ടുള്ള സീനൊക്കെ ഭയങ്കര രസമാണ്. പുള്ളി ആ പെർഫോമർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റർ ഭയങ്കരമാണ്. പുള്ളി ഒരു പാക്കാണ്, വളരെ എൻ്റർടൈനർ ആയിട്ടുള്ളൊരു പാക്കാണ്. തമിഴ് ഇൻഡസ്ട്രി യൂസ് ചെയ്യേണ്ട ഒരു പാക്കാണ് ഉറപ്പായിട്ടും. പുള്ളിയുടെ ലൈനപ്പ് എനിക്ക് തോന്നി 2 പടം കൂടെ ഉള്ളൂ. അതിനുശേഷം സെലക്ട് ചെയ്യുന്ന സിനിമകളും കൂടി ഇതുപോലെ എൻ്റർടൈനിങ് സിനിമകളായിരിക്കണം. വേറെ ട്രാക്ക് മാറ്റി മാസ് റോളുകളിലേക്ക് പോവാതെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് സിനിമകൾ പിടിച്ചുകൊണ്ടിരുന്ന പുള്ളി പൊളിയും, തകർക്കും.